എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് വിദ്യാർത്ഥികൾക്ക് നേടാൻ സാധിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ കോളേജിൽ പോയിട്ട് നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ ഓപ്ഷനല്ലാതെ ഏത് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ടെമ്പററി അഡ്മിഷൻ എടുത്താൽ മതി. ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ടൈപ്പ്, അത് മോഡ് ഓഫ് അഡ്മിഷൻ ചോദിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ ഏതാണെന്ന് അനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടെമ്പററി ആണെങ്കിൽ ടെമ്പററി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നുണ്ട്, അത് കൺഫേം ചെയ്യണമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും അത് കോളേജ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കിട്ടുന്നതാണ്. അത് നിങ്ങൾ എടുത്തിട്ട് കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് പെർമനൻറ്റ് അഡ്മിഷനാണ് വിദ്യാർത്ഥികൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജിൽ പോവുക, ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളതിൽ പെർമനൻറ്റ് അഡ്മിഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ കോളേജിൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നേടി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തതിൻ്റെ കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്ന് തരുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ കോളേജിൽ നേരിട്ട് ഹാജരായി നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ നേരിട്ട് കോളേജിൽ ഹാജരാകും. ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനായിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ കോളേജിൽ അത് അറിയിച്ച ശേഷം നിങ്ങൾക്കത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫർമേഷൻ ചെയ്തു എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം നാളെയാണ് ഉള്ളത്. അതായത് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് നാളെ വരെയാണ് നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കൽ, അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യൽ എന്നിവ മാത്രമാണ്. പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനായിട്ട് നിലവിൽ സാധിക്കുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓണേഴ്സ് ബിരുദ ഏകജാല പ്രവേശന പ്രകാരം നാളെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും മുമ്പ് അപേക്ഷിച്ചവർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും വീണ്ടും അപേക്ഷിക്കുന്നതിനും ഓപ്ഷനുകൾ നൽകുന്നതിനുമുള്ള അവസരം ജൂലൈ 1 മുതൽ 3 വരെ ലഭ്യമായിരിക്കുന്നതാണ്. അതായത് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജൂൺ 1 മുതൽ ജൂൺ 3 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടമാകുന്നതായിരിക്കുമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനും നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല എന്നുള്ളതുകൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ ഈ ഒരു രീതിയിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള അവസരം ജൂൺ 19 തീയതി, അതായത് ഇന്ന് വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികളാണെങ്കിൽ 1575 രൂപയാണ്, SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. ഈ ഒരു ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ ദോസ് കാൻഡിഡേറ്റ് ഹൂ ഡു നോട്ട് റിപ്പോർട്ട് ദ അഡ്മിഷൻ ഇൻ ദ അലോട്ടഡ് കോളേജ് on or before the date of specified will lose their current allotment as well as the eligibility for participating in the further allotment. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് തുടർച്ചയായി വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുകയും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് കോളേജിൽ പോയിട്ട് നേരിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. അതുപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 കേരളത്തിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ബോർഡല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ നിന്നും നിങ്ങൾക്ക്, അതായത് CBSE ICSE ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്.
അതുപോലെ നിങ്ങൾ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റുള്ള വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി തെളിയിക്കാനായിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബോണസ് പോയിൻറ്റോ വെയിറ്റേജോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.